തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മറ്റൊരു അപകടത്തിൽ കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുതലപ്പുഴയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ലത്തീൻ സഭ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ശക്തമായ തിരമാലയിൽ വെള്ളം ഉയർന്നു പൊങ്ങി. വെള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളും കടലിലേക്ക് തെറിച്ചു വീണു. 3 പേർ രക്ഷപ്പെട്ടുവെങ്കിലും വിക്ടറിനെ രക്ഷിക്കാനായില്ല. ഏറെ നേരം നീണ്ട തിരച്ചിലിനൊടുവിലാണ് വിക്ടറിനെ കണ്ടെത്താനായത്. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 5:30 മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി കടലിൽ വീണു. മത്സ്യബന്ധനത്തിനായി പോകുന്നതിനിടെയായിരുന്നു അപകടം. കടലിലേക്ക് വീണ അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റാലിൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട സമയത്ത് സഹായം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നു. 5:30 മണിക്ക് ശേഷം ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടാത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂ വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്നിട്ടേക്കുന്നത്. മുതലപ്പുഴയെ സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മരണങ്ങൾ ആവർത്തിച്ച് നടന്നാലും കണ്ണു തുറക്കാത്ത കുറെ ഭരണാധികാരികൾ, അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.